സ്ത്രീകളൊക്കെ തലയിൽ തട്ടയിട്ടുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. പോയി 10 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ ആ ഇട്ടിരിക്കുന്ന യൂണിഫോം ഏതെങ്കിലും കടയുടെ പിന്നാമ്പുറത്ത് വന്നിട്ട് അത് ബാഗിനുള്ളിലാക്കി ബാഗിനുള്ളിൽ വെച്ചിരിക്കുന്ന മറ്റൊരു ഡ്രസ്സ് വിട്ട് ഒരു ഹെൽമെറ്റും വെച്ചൊരു കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി യാത്രയാണ്. എല്ലാ ബീച്ചുകളിലും റോഡിലും ഒക്കെ കറങ്ങി നടക്കാൻ, മാളിലും ഒക്കെ കറങ്ങി വൈകുന്നേരം ആകുമ്പോൾ കറക്റ്റ് അവൻ കൊണ്ടുവിടും, സ്പോട്ടിൽ കൊണ്ടുവിടും, താനെ സ്പോട്ടിലെത്തി വേഗം തന്നെ വീട്ടിലോട്ട് പോവാം. ഇതല്ലേ ഇന്നത്തെ തലമുറയുടെ യാത്ര, ഇതല്ലേ വിദ്യാഭ്യാസം. എന്താ കലാലയങ്ങളിൽ കൊടുക്കുന്നത്? കഴിഞ്ഞ വർഷം വലിയ വിവാദമുണ്ടായിരുന്നു. 2022 കലാലയങ്ങളിലേക്ക് കയറുമ്പോൾ BAക്കും MAക്കും ഒക്കെ പഠിക്കാൻ പോകുന്ന കലാലയത്തിൻ്റെതാകുന്ന കവാടത്തിൽ, പ്രവേശന കവാടത്തിൽ, പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് അവിടെയുള്ള ഭിത്തികളിൽ എഴുതി വെച്ചിരിക്കുകയാണ് എന്ത്? ഒരു ചിത്രം കൊടുത്തിട്ട് ആണും പെണ്ണും ഒന്നിച്ച് നഗ്നമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാകുന്ന ചിത്രം വരച്ചു കൊടുത്തിട്ട് അതിനടിയിൽ എഴുതിയിരിക്കുകയാണ്, മതത്തിന്റെ ചങ്ങലകൾ നമുക്ക് പൊട്ടിച്ചെറിയാം, സ്വാതന്ത്ര്യമായി നമുക്കിനി പറന്നു നടക്കാം. ഒരാണും പെണ്ണും കൂടെ തുണിയില്ലാതെ നഗ്നയായി നിൽക്കുന്ന ചിത്രം കൊടുത്തിട്ട് വരച്ചിരിക്കുക, രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതാകുന്ന ലിപ്ലോക്കിന്റെ ഒരു ചിത്രം കൊടുത്തിട്ട് അതിനടിയിൽ കൊടുത്തിരിക്കുന്ന ഡയലോഗാണിത്: മതത്തിന്റെ ചങ്ങലകളെ നമുക്ക് പൊട്ടിച്ചെറിയാം, സ്വാതന്ത്ര്യമായി നമുക്കിനി പറന്നു നടക്കാം. ഇതൊക്കെയാണ് കലാലയ രാഷ്ട്രീയ ബോധം. എവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കാൻ കൊണ്ടുപോവാണ്. നമ്മുടെ മക്കളെ വിദ്യ നുകർന്ന് നല്ല ബോധം ഉണ്ടാവരും, വിദ്യാസമ്പന്നരും നല്ല സംസ്കാരമുള്ളവരുമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ BAക്കും MAക്കും വിടുന്നത്. അവിടെ ആ കലാലയ രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഭിത്തികളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഡയലോഗുകളാണ്. പിന്നെ അവിടെ എന്തോ നൽകുന്നത്? സ്വന്തം മകളെ 18 വയസ്സുവരെ വാപ്പ പഠിപ്പിച്ച ഒരു അന്യരാകുന്ന പരപുരുഷനുമായി ഒരു സ്പർശനവും ഉണ്ടാകാതെ, ഒരു കഴുകന്റെ കണ്ണിലേക്ക് തന്റെ മകളെ ഒരിക്കലും നോട്ടം കിട്ടാതെ വാപ്പ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി, മദ്രസയിൽ കൊണ്ടുപോയി, ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോയി, എല്ലാ തരത്തിലും കൊണ്ടുപോയി വളരെയേറെ ശ്രദ്ധ ചെലുത്തി അവസാനം 18ാമത്തെ വയസ്സിൽ BAക്ക് വിട്ടതാ. ആ BAക്ക് വിടുന്ന കലാലയ രാഷ്ട്രീയ ബോധമാണ് ഇപ്പൊ ഈ പറയുന്നത്. അതുവരെ കൊണ്ടുവന്നൊക്കെ ഹറാബ്. അതുകൊണ്ടല്ലേ ഒരു വർഷം കഴിയുന്നതിനുള്ളിൽ അവൾ പ്രണയ ജോഡിയായിട്ടാണ് വരുന്നത്. ഞാൻ ഇന്നവനുമായിട്ട് കൂട്ടാണ് വാപ്പ, അസ്സലാമു അലൈക്കും, കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഒളിച്ചോടും. പച്ചയ്ക്ക് പെണ്ണുങ്ങൾ വാപ്പാടെ മുഖത്ത് നോക്കി പറയുന്ന കാലഘട്ടം. അങ്ങനെ പറഞ്ഞില്ലേ എത്ര ആളുകൾ. ഈ അടുത്തിടെ ഒരു സഹോദരൻ അമ്പലപ്പുഴയിൽ നിന്ന്, ആലപ്പുഴ ജില്ലയിൽ നിന്ന് അദ്ദേഹം ജുമായ്ക്ക് വന്നിട്ട് അദ്ദേഹം സങ്കടത്തോടുകൂടി, കൊല്ലത്താണ് ഞാൻ ജുമാ എടുത്തുന്നത്, കരുനാഗപ്പള്ളി, പഴയ ബന്ധം വെച്ച് വന്നിട്ട് പറയുന്നു, MBBSന് പഠിക്കുന്നതാകുന്ന എൻ്റെ മകൾ പഠനമെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അതേ ക്ലാസ്സിൽ അവളോടൊപ്പം തന്നെ അവിടെ പഠിച്ചുകൊണ്ടിരുന്നതാകുന്ന അന്യ സമുദായത്തിൽപ്പെട്ടതാകുന്ന ഒരു സഹോദരനുമായി പ്രണയത്തിലായി. ഇപ്പോൾ അവൾ പറയുന്നത് അവനെ വിവാഹം ചെയ്യണമെന്നാണ്. ഞങ്ങൾക്ക് വിവാഹം ചെയ്ത് തന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും വാപ്പ ഞാൻ അവനുമായി ഒളിച്ചോടും. പെണ്ണ് പച്ചയ്ക്ക് വാപ്പാടെ മുഖത്തോക്കി പറഞ്ഞിരിക്കുക. വാപ്പ നല്ല സ്നേഹം കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴൊക്കെ കുഴിമന്തി, കിഴിപൊറോട്ട, എന്താ വേണ്ട മോളെ എന്ന് ചോദിച്ചിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ റാഹത്തായിട്ട് കൊടുത്തിരുന്ന അവിടെ ഇപ്പൊ തിരിച്ച് വാപ്പാക്ക് കുഴിവെട്ടി മന്തിയാക്കി. അല്ലാഹു നമ്മളെ കാക്കും. ഇതാണ് അവസ്ഥ. അദ്ദേഹം പറയാ ഏകദേശം വർഷങ്ങൾ 4-5 വർഷമായിട്ട് അവൾക്ക് വേണ്ടി ഞാൻ ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്ക് രൂപ ലോൺ എടുത്തിട്ട ഉസ്താദെ ഞാൻ അവളെ പഠിപ്പിക്കാൻ വിട്ടത്. ആ ബാധ്യത പോലും ഞാൻ ഇനി എങ്ങനെ വീട്ടുമെന്ന് ഓർത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ പുതിയതാകുന്ന ഒരു ബാധ്യതയുമായി വരുന്നത്. മുസ്ലിം സമുദായത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഒരു അന്യ സമുദായത്തിൽപ്പെട്ടവനുമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനുമായിട്ട് പ്രണയം എനിക്ക് കെട്ടിച്ചു തന്നെ. ഇതിനൊക്കെ നിങ്ങൾ എന്ത് സമാധാനം പറയും? നിങ്ങൾ പറയും. അല്ല, നമുക്കെല്ലാവർക്കും പുച്ഛമാണല്ലോ. നമ്മൾ 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മദ്രസയിൽ നിന്ന് അന്യവൽക്കരിക്കുന്ന കാലഘട്ടം. പ്രായപൂർത്തി എത്തിയെന്ന് പറയും. 5ാം ക്ലാസ്സിലെത്തിയപ്പോഴേ മദ്രസ നിർത്തി. പിന്നെ നമ്മൾ എത്ര വരെ വിടുകയാണ്? BAക്കും MAക്കും MPhilനും അതിന് മുകളിലോട്ട് ഡോക്ടറാക്കാനും ഒക്കെ വിടുകയാണ്. പ്രായപൂർത്തി ഒരു വിഷയമല്ല. ഉടങ്ങും പ്രായപൂർത്തിയായില്ല. അതുകൊണ്ട് എന്തായി സംഭവിച്ചത്? സത്യത്തിൽ യഥാർത്ഥത്തിൽ +2 വരെ സമസ്തയുടെ സിലബസിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി സാലിഹത്താകുമോ സഹോദരങ്ങൾ? ഇല്ലല്ലോ, ഇനിയും പഠിക്കാനുണ്ട്. ഇവിടെ എത്രയോ വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനത്തെ നമ്മൾ 3ാം ക്ലാസ് വെച്ച് മദ്രസ നിർത്തി, പിന്നെ ആഴ്ചയിൽ 2 ദിവസം വീട്ടിൽ ഒരു ഉസ്താദിനെ വിളിച്ച് ട്യൂഷൻ കൊടുത്തു, അതുകൊണ്ട് മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
ലോകം ഏറ്റവും മോശമാകുന്ന തലത്തിലേക്ക് അതിന്റെ സോഷ്യൽ മീഡിയ അതിന്റെ മൂർധന്യതയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അത് ആദ്യം മനസ്സിലാക്കി തുറന്നാൽ തീർന്നു. കാണുന്നതും നിൽക്കുന്നതും പിടിക്കുന്നതും എല്ലാം അശ്ലീലതയാണ്. ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും റീൽസുകളായിരുന്നാലും ഏത് വസ്തുക്കളായിരുന്നാലും നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കി. യൂട്യൂബ് തുറന്നാലും ഒക്കെ എത്തിപ്പെടുന്നത് അശ്ലീലതയിലേക്ക്. ഒരു വീഡിയോ കണ്ടുപോയാൽ പിന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് പിന്നെ നിനക്ക് കാണാൻ വേണ്ടി സൗകര്യം ചെയ്തിരുന്നത്. സോഷ്യൽ മീഡിയയുടെ അൽഗോരിതമാണ്. ഒരു അശ്ലീല വീഡിയോ നീ കണ്ടുപോയി, പിന്നെ നിന്റെ മനസ്സിലേക്ക് അത്തരത്തിലുള്ളതാകുന്ന ചിന്തയുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ തന്നെ വീണ്ടും വീണ്ടും നിന്നെ അശ്ലീലതയിലേക്ക് പ്രചോദനം കൊണ്ടുപോകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോകളാണ് തൊട്ടു പിറകിൽ അതിനോട് റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവരിക. പിന്നെ അങ്ങോട്ട് അഡിക്റ്റ് ആക്കി വിടുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതകളെ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റാണ്, മോശമാകുന്ന ചിന്താഗതിയാണ് ഒക്കെ അറിയാം. പക്ഷെ അവന് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. ആ ഉത്തരത്തിലുള്ള അപകടത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബ, രണ്ട് കാര്യങ്ങളാണ് വഹനെന്ന് പറയുന്ന രോഗത്തിന് ഏറ്റവും അടിമപ്പെടാനുള്ള കാരണം. ലോകത്തുള്ളതാകുന്ന സർവ്വ ശത്രുക്കളും നിങ്ങൾക്കെതിരിൽ തിരിയുകയും നിങ്ങളെ തടിച്ചമർത്താൻ വേണ്ടി ജനങ്ങൾ മുഴുവനും കാത്തു നിൽക്കാനുള്ള കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ വഹനെന്ന രോഗം കുടികൊള്ളുന്നത് കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹാബത്ത് ചോദിക്കുകയാണ്, വമൽ വഹ്നു യാ റസൂലല്ലാഹ്, നബിയേ വഹ്നെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബാ, ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ തുടികൊള്ളുന്നത്. ഒന്ന് ദുനിയാവിനോടുള്ള അമിതമായ ഇഷ്ടമാണ്, ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമത്തേത് കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പാണ്, മരണത്തോടുള്ള വിരക്തിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് ലോകത്തുള്ള സർവ്വ ശത്രുക്കളും നിങ്ങൾക്ക് എതിരിൽ തിരിയുന്നത്, നിങ്ങൾക്കെതിരിൽ കടന്നു വരുന്നതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തണം. ഒന്ന് ദുന്യാവിനോടുള്ള അമിതമാകുന്ന താല്പര്യം, അത് കുറയ്ക്കണം. അമിതമാകുന്ന ആസക്തി അത് കുറച്ചേ പറ്റൂ. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതം നമുക്ക് വരണം. അൽ ഖനാഅ, അത് അനിവാര്യമായ ഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.